ഒറ്റ വാക്കിൽ പറഞ്ഞ രണ്ടു കൂട്ടരും ശരിയല്ല. ഒന്ന് ഈ വിദ്യാഭ്യാസം ഇല്ല എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിൻ്റെ ചില സംസാരങ്ങളൊന്നും വിദ്യാഭ്യാസം ഇല്ലാത്ത അങ്ങനെ ബി എ വരെ എന്തോ പഠിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് എന്നാണ് പറയുന്നത്. പക്ഷേ പുള്ളിയുടെ സംസാരത്തിൽ എനിക്ക് അങ്ങനെ ബോധ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ വിദ്യാഭ്യാസ ശൂന്യനെന്ന്, വിദ്യാഭ്യാസം ഇല്ലായ്മ കൊണ്ട്, വിദ്യാഭ്യാസത്തിൻ്റെ കുറവുകൊണ്ട് സംസാരിക്കുന്ന വാക്കുകളാണ് അദ്ദേഹത്തിന് വായിന്ന് വരുന്നത്. പിന്നെ സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ മുമ്പൊക്കെ എനിക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത് ബഹുമാനം സ്നേഹം ഉണ്ടായിരുന്നു ഒരു സിനിമാ നടൻ എന്നുള്ള നിലയിൽ. പക്ഷേ അദ്ദേഹം ഒരു MP ആയതിന്, അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി ആയതിനു ശേഷം ചില ഹെഡ് വെയിറ്റ് കൂടിയോ എന്നുള്ളൊരു സംശയമുണ്ട്. പിന്നെ ഭയങ്കര ഹെഡ് വെയിറ്റ് ആണ് പുള്ളി. ആരെങ്കിലും സൈഡിൽ വന്നിരുന്ന് കഴിഞ്ഞാൽ അതൊക്കെ ഇഷ്ടപ്പെടുന്നില്ല. കൈ കഴുകുന്നു ഉടനെ. അത് മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒറ്റവാക്കി പറഞ്ഞാൽ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നതിൽ കവിഞ്ഞ് രണ്ടു കൂട്ടരും പറയുന്നതിൽ രണ്ടു കൂട്ടരുടെ ഭാഗത്തും വീഴ്ചകളും തെറ്റുകളും ഉണ്ട്. സുരേഷ് ഗോപി അത് പറഞ്ഞെങ്കിൽ അത് പറഞ്ഞതിൽ കാര്യമുണ്ട്. ആ വിദ്യാഭ്യാസമുള്ള മന്ത്രി ആയിരിക്കണം, പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കേണ്ടത്. അതിൽ ഒരു തർക്കവുമില്ല. അത് ഈ കലിംഗ സംവാദത്തെ പറ്റി നമുക്ക് അറിഞ്ഞുകൂടാ, അതിനെപ്പറ്റി നമുക്ക് അത്ര അറിയത്തില്ല. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുമ്പം ടോപ്പ് ക്വാളിറ്റി ഉള്ള ആളായിരിക്കണം. അതിന് തർക്കം ക്വാളിറ്റിയല്ല, എല്ലാ ഇതിലും നല്ല കഴിവുള്ള ആളായിരിക്കണം. ഈ ധാർഷ്ട്യം എന്ന് പറയുന്നത് സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയമുണ്ട്, അത് ഒരു സത്യമാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് കുറച്ചുകൂടെ മാന്യത കാണിക്കേണ്ടതായിട്ടുണ്ട്. ആര്? സുരേഷ് ഗോപി. എല്ലാവരെയും മറ്റേ രാജാവിൻ്റെ പ്രതീതിയിൽ അവഹേളിക്കുന്ന രീതി. തിരിച്ച് ശിവൻകുട്ടിയിലേക്ക് വന്ന ശിവൻകുട്ടി പറയണത് എന്താണെന്ന് ശിവൻകുട്ടിക്കും അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഉണ്ടോ വിവരമുണ്ടോ എന്നുള്ളതല്ല. പക്ഷേ BA LLB ആർക്കും, എൻ്റെ 4 മക്കള് LLM-കാരാണ്. പക്ഷേ അതിനനുസരിച്ച് എവിടെ നിന്നാണ് എടുത്തതെന്നും കൂടെ അറിയണമല്ലോ. വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല. ലോ അക്കാഡമിയിൽ കിട്ടാം, ലോ അക്കാഡമിക്ക് പലർക്കും കിട്ടും. അത് നമ്മൾ ലോ അക്കാഡമിയെ കുറ്റം പറയല്ല. പക്ഷേ അത് ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്ത LLB-കാരനെന്ന് പറഞ്ഞത് കഷ്ടമാണ്. അപ്പോൾ അത് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചമാണ്. ഇദ്ദേഹം ധാർഷ്ട്യം കൂടിയ പ്രജകളെന്ന് പറയുക, രാജാവല്ലല്ലോ. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. ശിവൻകുട്ടിയെ സംബന്ധിച്ച് എത്ര സ്റ്റേറ്റ് ഉണ്ടെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് പറയുന്ന യാതൊരുവിധ ക്വാളിറ്റിയും ശിവൻകുട്ടിക്ക് ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. സുരേഷ് ഗോപി ചെയ്യും പോലെ ഒരു നല്ലൊരു പ്രവർത്തനം ആരെങ്കിലും ചെയ്യണുണ്ടോ? ഇവിടെ ഒരു മനുഷ്യനും ചെയ്യണില്ല. കാരണം പറയും പോലെ എല്ലാ കാര്യവും പ്രവർത്തിക്കുന്നുണ്ട് സുരേഷ് ഗോപി ആത്മാർത്ഥമായിട്ട്. വയനാട് നേരത്തെ തന്നെ 260 കുടുംബങ്ങൾക്ക് വെള്ളം എത്ര വർഷം കൊണ്ടില്ലാത്തത് 3 ദിവസം കൊണ്ട് വെള്ളം കൊടുപ്പിച്ച്. അതിന് ഞാൻ പങ്കെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ വയനാടായിരുന്നപ്പോൾ. അത്രയും നല്ലൊരു വ്യക്തിയാണ് സുരേഷ് ഗോപി. വ്യക്തിപരമായിട്ട് ഇത്രയും നല്ലൊരു മനുഷ്യൻ ഇല്ല. അതിനെക്കുറിച്ച് നമുക്ക് അഭിപ്രായം പറയാൻ ഒക്കില്ല. അത് സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞ എന്താണെന്നുള്ള അറിഞ്ഞൂടാ. നമുക്ക് വ്യക്തിപരമായിട്ട് സുരേഷ് ഗോപി നല്ലൊരു വ്യക്തി, അതേ എനിക്ക് താല്പര്യമുള്ളൂ.